ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റിയിട്ടാണ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ്, BPL കാർഡുള്ള സ്ത്രീകൾക്കാണ് ഈ പെൻഷൻ കിട്ടുന്നത്. മഞ്ഞ, പിങ്ക് കാർഡുള്ള സ്ത്രീകൾക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഫോട്ടോ, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഇതേതെങ്കിലും സബ്മിറ്റ് ചെയ്താൽ മതിയാവും. പിന്നെ പാസ്ബുക്ക്, OTPക്ക് വേണ്ടിയിട്ട് ഒരു ഫോണും ആണ് വേണ്ടത്. അടുത്തതായിട്ട് പറയാനുള്ളത്, നമ്മുടെ PSCയിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് ഫെബ്രുവരി വരെയൊക്കെയാണ് അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത്. 10ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ചവർക്കുള്ള നോട്ടിഫിക്കേഷൻസ് PSCയിൽ വന്നിട്ടുണ്ട്. സിവിൽ എക്സൈസ് ഓഫീസേഴ്സ്, കോൺസ്റ്റബിള്, ഫാർമസിസ്റ്റ്, നഴ്സിംഗ്, ടീച്ചേഴ്സ്, അങ്ങനെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതും ഇതുവരെ അറിയാത്തവർ അവരവരുടെ പ്രൊഫൈലിൽ കയറി നോക്കുക, ഓൺലൈനിൽ അപ്ലൈ ചെയ്യുക. ഒരുപാട് നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് വൈഡ് ആയാലും ഡിസ്ട്രിക്റ്റ് ആയാലും ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരും ഇത് അറിയാത്തവരും അപ്ലൈ ചെയ്യുക. അടുത്തതായിട്ട് പ്രജ്വല, അതായത് കണക്ട് ടു വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. മെയിനായിട്ട് ഈ ഒരു ധനസഹായം കിട്ടുന്നത് ഈ PSC, UPSC അല്ലെങ്കിൽ SSC ഇതുപോലുള്ള ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കോച്ചിങ് സെൻറ്ററുകളിലും അവിടെയൊക്കെ പോയി പഠിക്കുന്ന കുട്ടികൾക്കാണ് മെയിനായിട്ടും ഈ സ്കോളർഷിപ്പ് കിട്ടുന്നത്. ഇതിലേക്ക് നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഒരു ഡിക്ലറേഷൻ്റെ ഒരു പേപ്പർ വേണ്ടി വരും. പ്രജ്വല എന്ന് പറയുന്നത് പ്രതിമാസം 1000 രൂപ വെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതുപോലെ ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് ഒരു 9 ടൈപ്പ് ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരും. ഫോട്ടോ, ആധാർ, സ്കൂൾ സർട്ടിഫിക്കറ്റ്സ്, സിഗ്നേച്ചർ, ബാങ്ക് പാസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആ ഒരു ഡോക്യുമെൻറ്റ്സ്, ഇതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ്റെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം എലിജിബിൾ ആയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് പോയി അപ്ലൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് എല്ലാവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യുക. ഇപ്പം നമുക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടുമല്ലോ, അതുകൊണ്ടാണ്. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൽ ഞാൻ ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.